മൈമെന്റർ PSC ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നടന്ന ആംബുലൻസ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ച 26ഓളം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2023-24 കാലയളവിൽ PSC ചോദിച്ച പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 8 ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇന്നത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുൾപ്പെടെ 26 ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചതാര്? ശ്രീകുമാരൻ തമ്പിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. ഏത് കൃതിക്കാണ് ലഭിച്ചത്? ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ലഭിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ 3 തവണ ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഒരു തവണ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അത് വിശദമായിട്ട് പഠിച്ചു വെച്ചേക്കുക. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ഏത് കൃതിക്കാണ്? ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിനാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചോദ്യമാണ്. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിനാണ്. ആതിഥേയർ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വെച്ചാണ് ഈ വേൾഡ് കപ്പ് നടന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് 3 പ്രസ്താവനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നതാണ് കേട്ടോ. ആദ്യത്തെ പ്രസ്താവന, ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107. ശരിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് ഞാൻ പറഞ്ഞതാണ്. ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107 ആണ്. 28 സ്വർണവും 38 വെള്ളിയും 41 വെങ്കലവും. ഈ കണക്ക് നോക്കി വെച്ചേക്കുക. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലവുമായി 107 മെഡലുകൾ നേടി ഇന്ത്യ 4ാം സ്ഥാനത്താണ് എത്തിയത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ. ശരിയാണ്. ചൈനയിലെ ഹാങ്ഷൌവിൽ വെച്ചാണ് 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. ശരിയാണ്. പുരുഷ ക്രിക്കറ്റിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. അത് ശരിയാണ്. ഫൈനലിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണ് കളിക്കേണ്ടിയിരുന്നത്. ഫൈനലിൽ എത്തിയത്, പക്ഷേ മാച്ച് നടന്നില്ല. മഴ കാരണം അത് ഉപേക്ഷിച്ചു. റാങ്കിങ് പ്രകാരം ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ കിട്ടി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റ് ഫൈനലിലാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കളിച്ചത്. 2023 നടന്ന ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ ഫൈനലിൽ കളിച്ചത് ഇന്ത്യയും ശ്രീലങ്കയാണ്. ആ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻ്റായിട്ട്, ഫൈനലിൽ അഫ്ഗാനിസ്ഥാനുമായിട്ടല്ലേ കളിച്ചത്. അവിടെ ഞാൻ പറഞ്ഞത് 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലാണ് കേട്ടോ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയും ശ്രീലങ്കയായിരുന്നു. ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ച് കിരീടം നേടി. ഇവിടെ പറയുന്നത് ഏഷ്യൻ ഗെയിംസ് ആണ് കേട്ടോ. 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് ആണ്. രണ്ട് ടൂർണമെന്റ് ആണ്. ഇവിടെ ഫൈനലിൽ കളിച്ചത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിരുന്നു ഫൈനലിൽ കളിക്കേണ്ടിയിരുന്നത്. പക്ഷേ മാച്ച് നടന്നില്ല. ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് അല്ലേ? 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഉത്തരം D ആണ്. എല്ലാം ശരി. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റുകളും നോക്കി വെച്ചേക്കുക. അടുത്ത ചോദ്യം, ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജൂലൈ 14, 2023. ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ജൂലൈ 14, 2023. 2 ഡേറ്റും കൂടെ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് 2023 ഓഗസ്റ്റ് 5. ജൂലൈ 14 വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. ഓഗസ്റ്റ് 23 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു, സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 3 ഡേറ്റ് നിങ്ങൾ ഓർത്തു വെച്ചാൽ, വിക്ഷേപിച്ച ഡേറ്റ്, ഭ്രമണപഥത്തിലെത്തിയ ഡേറ്റ്, ലാൻഡ് ചെയ്ത ഡേറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഈ 4 പ്രസ്താവനകളിൽ ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തത്, വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ K. ശിവൻ. തെറ്റാണല്ലേ? ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ K. ശിവൻ അല്ലായിരുന്നു, S. സോമനാഥ് ആയിരുന്നു അല്ലേ? മലയാളിയായ S. സോമനാഥ് ആയിരുന്നു ISROയുടെ ചെയർമാൻ.
കെ ശിവൻ ചന്ദ്രയാൻ 2-ന്റെ സമയത്തായിരുന്നു കേട്ടോ. ഇപ്പോഴും എസ് സോമനാഥാണ് ISROയുടെ ചെയർമാൻ. കെ ശിവൻ ചന്ദ്രയാൻ 2-ന്റെ സമയത്തായിരുന്നു ISROയുടെ ചെയർമാൻ ആയിരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പ്രോജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ ശരിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അഡീഷണൽ ഫാക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. പ്രോജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ്. വിക്ഷേപണ വാഹനം LV Mark 3 അതും ശരിയാണ്. LV Mark 3 ലോഞ്ച് വെഹിക്കിൾ Mark 3 ആയിരുന്നു വിക്ഷേപണ വാഹനം. അപ്പോൾ LV Mark 3 M3 M4 എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ, അതും ശരിയാണ്. LV M3 M4ഉം ശരി തന്നെയാണ്. അടുത്തത് വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. നേരത്തെ ചോദ്യത്തിലും വന്നതാണ് അല്ലേ. ഒരേ പരീക്ഷയിൽ തന്നെ 2 തവണ ആ ഡേറ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ് ചന്ദ്രയാൻ 3യുടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 2, 3, 4. ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. കെ ശിവൻ അല്ല, എസ് സോമനാഥാണ്. ഓക്കെ, അടുത്ത ചോദ്യം 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശമാണ് ചോദിച്ചിരിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 ആണല്ലേ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അപ്പോൾ 2003 ലോക പരിസ്ഥിതി ദിന സന്ദേശമാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? പ്ലാസ്റ്റിക് മലിനീകരണം അല്ലേ. പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നതായിരുന്നു 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം. ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യങ്ങൾ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് 2 തവണ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. 2023 ഐക്യരാഷ്ട്ര സംഘടന മില്ലറ്റ് വർഷമായിട്ട് പ്രഖ്യാപിച്ചു. അതായത് മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ. മില്ലറ്റ് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. ഓക്കെ, ആ പോയിന്റ് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അടുത്തത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? MP രാജേഷ് ആണ് അല്ലേ. MP രാജേഷ് ആണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ഈ മന്ത്രിമാരും വകുപ്പുകളും നിങ്ങൾ നോക്കി വെച്ചേക്കണം, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാറുണ്ട്. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. അടുത്തത് 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? നമുക്കൊരു പോയിന്റ് ഇവിടെ കിട്ടി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ഫോസയ്ക്കാണ് അല്ലേ. ജോൺ ഫോസയ്ക്കാണ്. അദ്ദേഹം ഏത് രാജ്യക്കാരനെന്നാണ് ഇന്നത്തെ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നത്? നോർവേക്കാരനാണ് കേട്ടോ. അദ്ദേഹം നോർവേക്കാരനാണ്. ഈ നോർവേയിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രസിദ്ധനായ വ്യക്തിയെ പറ്റി നമുക്കറിയാം. അദ്ദേഹത്തെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. പുള്ളിയുടെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. അപ്പോൾ ഈ ചോദ്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഓപ്ഷനിൽ നമുക്ക് ശ്രീ മൻസുഖ് മാണ്ഡവ്യ, ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആയിരുന്നു ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി. പക്ഷേ ലോക്സഭാ ഇലക്ഷൻ ശേഷം മാറി. ഇപ്പോൾ ജഗത് പ്രകാശ് നദ്ദയാണ്, JP നദ്ദ. BJPയുടെ ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ കൂടെയായ JP നദ്ദയാണ് നിലവിൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി. അപ്പോൾ ഈ ചോദ്യം തയ്യാറാക്കിയത് ഈ ലോക്സഭാ ഇലക്ഷനൊക്കെ മുമ്പാണ് കേട്ടോ. ഇപ്പോൾ പുതിയ തീരുമാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തയ്യാറാക്കിയ ചോദ്യമായിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു, കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീ മൻസുഖ് മാണ്ഡവ്യ. നിലവിൽ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ജഗത് പ്രകാശ് നദ്ദയാണ്, JP നദ്ദ. ഈ മൻസുഖ് മാണ്ഡവ്യ ഇപ്പോഴും ക്യാബിനറ്റിലുണ്ട്. അദ്ദേഹം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് തൊഴില്, യുവജനക്ഷേമം, കായികം, ഈ വകുപ്പുകളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെയർപ്പ ആരായിരുന്നു? 2023 ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കുന്ന G20 സമ്മേളനമാണല്ലേ 2023 നടന്നത്. അപ്പോൾ G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെയർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആയിരുന്നു ഇന്ത്യയുടെ ഇന്ത്യയിൽ വെച്ച് നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെയർപ്പ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമിതാഭ് കാന്ത് ആണ്. മുൻ IAS ഉദ്യോഗസ്ഥനാണ്. അത് മാത്രമല്ല നീതി ആയോഗിന്റെ മുൻ CEO കൂടിയാണ് അമിതാഭ് കാന്ത്. ഇപ്പോൾ G20 ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളെല്ലാം തന്നെ പറയുന്ന ഒരു ക്ലാസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ക്ലാസ് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2023 നടന്ന കാര്യമാണ്. അത് മാത്രമല്ല ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ G20 ഉച്ചകോടി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യമുണ്ട്. LDC പരീക്ഷയിൽ ഉറപ്പായിട്ടും G20 ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. നിങ്ങൾ ആ ക്ലാസ്സും കൂടെ ഉറപ്പായിട്ടും കാണുക.
അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. 2023 G20 സമ്മേളനത്തിന്റെ പ്രമേയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വസുദൈവ കുടുംബകം. 2023 നടന്ന G20 സമ്മേളനത്തിന്റെ പ്രമേയം തീം വസുദൈവ കുടുംബകമായിരുന്നു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ എന്നതായിരുന്നു, വസുദൈവ കുടുംബകമായിരുന്നു 2023 G20 സമ്മേളനത്തിന്റെ തീം. അടുത്തത് G20 ഉച്ചകോടി നടന്നത് 2023 നടന്നത് ഡൽഹിയിലെ പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപം ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടന്നത്. എവിടെ വെച്ചാണ്? ഡൽഹിയിലെ പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപം ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടന്നത്. സെപ്റ്റംബർ 9-10 തീയതികളിലായിട്ടാണ് നടന്നത്. എന്നാണ് നടന്നത്? സെപ്റ്റംബർ 9-10 2023 സെപ്റ്റംബർ 9-10 തീയതികളിലായിട്ടാണ് നടന്നത്. നടന്ന സ്ഥലം ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ്. തീം വസുദൈവ കുടുംബകം. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ പദ്ധതിയാണ് ഗഗൻയാൻ. കേട്ടോ, ഇന്ത്യയുടെ ഫസ്റ്റ് മാൻഡ് സ്പേസ് മിഷനാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. 4 പേരെയാണ് ഈ പദ്ധതിയിലൂടെ, ഗഗൻയാനിലൂടെ ഇന്ത്യ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഉൾപ്പെടെ 4 പേരാണ്. അദ്ദേഹം പാലക്കാട് നെന്മാറ സ്വദേശിയാണ്. അദ്ദേഹത്തെ കൂടാതെ അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാൻശു ശുക്ല, വിംഗ് കമാൻഡറായ ശുഭാൻശു ശുക്ലയും, ഈ 4 പേരാണ് ഗഗൻയാനിലൂടെ ബഹിരാകാശത്തേക്ക് യാത്ര പോകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ആര്? അതായത് ഇപ്പോഴത്തെ RBI ഗവർണർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശക്തികാന്ത ദാസ് ആണ് നിലവിലെ RBI ഗവർണർ, ശക്തികാന്ത ദാസ്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് എന്ന പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരിയാണ് കേട്ടോ. കേരളത്തിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ്. 2018 ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഞാൻ കറണ്ട് അഫയേഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും 2018 ഈ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനാണ് ലഭിക്കുന്നത്. ഇത് എന്തിനാണ് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, മുഴുവനായിട്ട് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഈ പുരസ്കാരം ലഭിച്ചത്, ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? മീനങ്ങാടി പഞ്ചായത്താണ് കേട്ടോ. മീനങ്ങാടി പഞ്ചായത്തിനെയാണ്, വയനാട്ടിലുള്ള മീനങ്ങാടി പഞ്ചായത്തിനെയാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത്. കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് മീനങ്ങാടി പഞ്ചായത്താണ്. അടുത്തത്, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് കേട്ടോ. ഇന്ന് ചോദിച്ച ചോദ്യമാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത്, യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്, ക്രിയേറ്റീവ് സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്ത്യയിൽ നിന്ന് 2 നഗരങ്ങളെ 2 കാറ്റഗറിയിലായിട്ട് തിരഞ്ഞെടുത്തു. ഒന്ന് സിറ്റി ഓഫ് മ്യൂസിക്, സംഗീതത്തിൻ്റെ നഗരം ഗ്വാളിയർ, മധ്യപ്രദേശിലെ ഗ്വാളിയറിനെയും തിരഞ്ഞെടുത്തു. സിറ്റി ഓഫ് ലിറ്ററേച്ചർ, സാഹിത്യത്തിൻ്റെ നഗരം, സാഹിത്യ നഗരം എന്നതിൽ കോഴിക്കോടും ഉൾപ്പെട്ടു, കോഴിക്കോടിനെയും ഉൾപ്പെടുത്തി. അപ്പോൾ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന പദവി യുനെസ്കോയുടെ ലഭിച്ചത് ഏത് നഗരത്തിനാണ്? കോഴിക്കോടിനാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ നഗരമാണ് ഈ പദവി ലഭിക്കുന്ന, കോഴിക്കോടാണ്. അടുത്തത്, അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി കേട്ടോ, മൈക്രോൺ ടെക്നോളജിയാണ്, അമേരിക്കയിലെ കമ്പനിയാണ്, ഗുജറാത്തിലാണ് സ്ഥാപിക്കുന്നത്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി ഇന്ത്യയിലെ ഗുജറാത്തിലാണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്. ഓക്കെ, ഗുജറാത്തിലാണ് കേട്ടോ. അടുത്തത്, ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ 1 ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ
ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് സിറാജ് ആണ് കേട്ടോ. മുഹമ്മദ് സിറാജ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2023 നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിലാണ് മുഹമ്മദ് സിറാജ് ഈ നേട്ടം കൈവരിച്ചത്. ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടി കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ വിജയത്തിന് ഒരു വഴിവെച്ചൊരു ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു അത്. മുഹമ്മദ് സിറാജ് ആണ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കേട്ടോ. 2023 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരളത്തിലെ സർക്കാർ പദ്ധതി ഏതാണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേട്ടോ. ഇപ്പോൾ പാവപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ വരെ മെഡിക്കൽ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. നമ്മൾ ഈ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണാം. ആരോഗ്യക്ഷേമ പദ്ധതികൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് പദ്ധതികളും കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുക. ഇത് നിങ്ങളിപ്പോൾ ഓർത്ത് വെച്ചേക്കുക. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. അടുത്തത് രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ആ പദ്ധതി? ആശാധാരയാണ് കേട്ടോ. ആശാധാരയാണ്. ഏതൊക്കെ രോഗങ്ങൾക്ക് വേണ്ടി? രക്തജന്യ രോഗങ്ങളായ അതായത് ബ്ലഡിനെ, രക്തത്തെ ബാധിക്കുന്ന രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. ഓക്കെ. അടുത്തതാ, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി എന്താണ്? കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങളാണ് കേട്ടോ. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അമിതവണ്ണം, ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഡയബറ്റീസ്, അതുപോലുള്ള ജീവിതശൈലി ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്താണ് തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയുടെ പേരാണ് സശ്രദ്ധം എന്നാണ് ആ പദ്ധതിയുടെ പേര് കേട്ടോ. കുട്ടികൾക്കായിട്ടാണ്, സ്കൂൾ തലത്തിലാണ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. പദ്ധതിയുടെ പേര് സശ്രദ്ധം. അടുത്തത്, ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണോപഗ്രഹമായ ആദിത്യ L1 ഈ ഇടയ്ക്ക് വാർത്തയിലൊക്കെ ഒരുപാട് വന്നതാണ് അല്ലേ? ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 അല്ലേ, ഒരു സോളാർ മിഷനാണ് അല്ലേ, സൗര നിരീക്ഷണ ഉപഗ്രഹമാണ് ആദിത്യ L1. അത് വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ഓക്കെ. അടുത്ത ചോദ്യം, ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7 ആണ് കേട്ടോ. ഇന്ന് ചോദിച്ച ചോദ്യമാണ്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. അപ്പോൾ ആ ദിവസത്തെ തീം നമുക്ക് നോക്കാം, അതായത് പ്രമേയം നമുക്ക് നോക്കാം. 2023 തീം ഫുഡ് സ്റ്റാൻഡേർഡ്സ് സേവ് ലൈഫ്സ്, അതായത് ഭക്ഷണ നിലവാരം ജീവൻ രക്ഷിക്കുന്നു എന്നതായിരുന്നു 2023 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം, തീം. 2023 ജൂൺ 7 തീം. ഞാൻ ഈ തീം പറയാൻ കാരണം വെച്ചാൽ വളരെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈയിടെയായിട്ട് ഓരോ ദിവസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രമേയങ്ങൾ, തീമുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി വെച്ചേക്കുക. ഇനി 2024 ഈ വർഷത്തെ തീം എന്തായിരുന്നു? ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദി അൺഎക്സ്പെക്റ്റഡ്, ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായിട്ട് തയ്യാറെടുക്കുക. ഇതായിരുന്നു 2024 തീം. അപ്പോൾ ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. ജൂൺ 5 എന്താണ്? ലോക പരിസ്ഥിതി ദിനമാണ് അല്ലേ? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഓക്കെ. അടുത്ത ചോദ്യം, ലോക ജന്തുരോഗ ദിനം ഇന്ന് ചോദിച്ച ചോദ്യമാണ്. ജൂലൈ 6 ലോക ജന്തുരോഗ ദിനം. ഓക്കെ, ജൂലൈ 6. അപ്പോൾ ഇതോടുകൂടി ഇന്ന് നടന്ന ആംബുലൻസ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ച എല്ലാ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ആദ്യത്തെ 8 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചോദ്യങ്ങളാണ്. നമ്മൾ ആ ഫാക്റ്റുകളൊക്കെ പഠിച്ചതായിരുന്നു. അത് ഡയറക്റ്റായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പ്രീവിയസ് ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നോക്കണം. കാരണം ഈ സമീപകാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ, അതായത് PSC ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖലകളൊക്കെ നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മിക്കവാറും ചില പരീക്ഷകളിലൊക്കെ ഡയറക്റ്റായിട്ട് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും, ഇല്ലെങ്കിൽ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ഇപ്പോൾ LDC ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സമീപകാലത്ത് വന്ന ചോദ്യം അതുപോലെ എടുത്ത് ചോദിക്കാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും റിലേറ്റഡ് ഫാക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നോട്ട് പ്രിപ്പയർ
ചെയ്ത് തന്നെ പഠിക്കുക. ഈ പോയിന്റുകളെല്ലാം ലിസ്റ്റ് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാക്സിമം പോയിന്റുകൾ അഡീഷണലായിട്ട് കിട്ടുന്ന ഫാക്റ്റുകളൊക്കെ കളക്ട് ചെയ്ത് അത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.